പുത്തൻ പ്രമോല നമ്മൾ പ്രേക്ഷകരുടെയൊക്കെ നെഞ്ചു തകർക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയായിട്ട് നമ്മുടെ മീരയുടെ ബോഡി അവിടെ എത്തുകയാണ്. നമ്മുടെ ബലരാമൻ അലറിക്കരയുന്നു, നമ്മുടെ ചന്ദ്ര അലറിക്കരയുന്നു, എല്ലാവരും മൊത്തത്തിൽ കരച്ചിലോട് കരച്ചില്. നമ്മുടെ പ്രകാശ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രകാശിനെ കൈയൊക്കെ പിടിച്ച് നമ്മുടെ ബലരാമനും എന്തൊക്കെയോ പറഞ്ഞ് കരയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രമോല് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദനും അവിടെ കിടന്ന ഒച്ചപ്പാടാണ്, എനിക്ക് മീരയെ കാണാൻ പോകണം. അപ്പൊ നമ്മുടെ ഭാർഗവിയും നമ്മുടെ രജനിയും ആട്ടോ നമ്മുടെ നന്ദന്റെ ഒപ്പം ഉള്ളത്. അപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നന്ദനെ അങ്ങോട്ടേക്ക് വിടരുതെന്ന്. അപ്പൊ നന്ദന്റെ കൂടെ അവർ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ രജനിയും ആകെ കരഞ്ഞു വിളിക്കുന്നുണ്ട്, നന്ദ നീ ഇങ്ങനെ സമനില തെറ്റി പോലെ ആകല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി നന്ദനോട് പറയുന്നുണ്ട്. പക്ഷെ നന്ദനാണെങ്കിൽ ഒരു മനസ്സ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കിടന്ന് അലറി വിളിക്കുകയും മീര എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവിടെയും എന്താ പറയുക ഭയങ്കര സീനായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ അവിടെയും സംഭവിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവിയുടെ അടുത്ത് നമ്മുടെ ദേവിക്ക് നമ്മുടെ എസ്തപ്പാൻ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോകൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചന്ദ്രോത്ത് നടന്ന ഈ ഒരു കൊലപാതകത്തിന്റെ, മീരയെ കൊന്നതിന്റെ ആ ഒരു പിന്നിൽ നമ്മുടെ ദേവിയും ദേവിയുടെ അച്ഛൻ മാധവനുമാണെന്നുള്ള ഒരു വാർത്തകൾ നമ്മുടെ ദേവി ആ ഒരു ഫോണിൽ വീഡിയോയിലൂടെ കാണുകയാട്ടോ. എല്ലാ ന്യൂസ് ചാനലിലും ഇതാണിപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേവിയും മാധവനും നമ്മുടെ മീരയെ കൊന്നിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു, ഈ വാർത്തയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എസ്തപ്പാൻ ഇങ്ങനെ ദേവിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വൈരാഗ്യമായിരുന്നു ആ കുട്ടിയോട് ഉണ്ടായിരുന്നത്, നീ അവളെ കൊല്ലണമായിരുന്നു എന്നൊക്കെ നമ്മുടെ ദേവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദേവി ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു സങ്കടവും കരച്ചിലും ഒക്കെ വന്നിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്താകും അവസ്ഥ, ഈ യഥാർത്ഥ കൊലയാളി ആരായിരിക്കും? നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമ്മുടെ സുഗമോ ദേവിയുടെ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു കഥാ വഴിത്തിരിവട്ടെ. ആ ഒരു റിപ്പോർട്ടിലാണ് എല്ലാ കഥയും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്. ആരാണ് കൊലപാതകി എന്നുള്ളൊരു കാര്യം മൊത്തം ആ ഒരു റിപ്പോർട്ടിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.